LPG ലഭ്യത ഉറപ്പാക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ കൂടുതൽ എണ്ണക്കപ്പലുകൾ ഭാരതത്തിലെത്തിക്കാൻ ഇറാനുകൾ ചർച്ച തുടരുന്നു. ഖത്തറിൽ നിന്നുള്ള പാചകവാതകവുമായി ശിവാലിക്, നന്ദദേവി എന്നീ 2 ഇന്ത്യൻ എണ്ണക്കപ്പലുകൾ ഇറാനിൽ ഇന്നലെ സുരക്ഷിതമായി കടത്തിവിട്ടിരുന്നു. പരിഭ്രാന്തരായി പാചകവാതകം ബുക്ക് ചെയ്യരുതെന്നും നിർദ്ദേശം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ആവർത്തിക്കുകയാണ്. ഭാരതത്തിന്റെ വലിയ നയതന്ത്ര വിജയം. ഇറാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ഇന്ത്യൻ എണ്ണക്കപ്പലുകൾക്ക് അനുമതി ലഭിച്ചത്. ഖത്തറിൽ നിന്നുമുള്ള പാചകവാതകവുമായി ശിവാലിക്, നന്ദാദേവി എന്നീ 2 ഇന്ത്യൻ എണ്ണക്കപ്പലുകളെ ഇറാൻ ഇന്നലെ ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടത്തിവിട്ടു. കൂടുതൽ ക്രൂഡ് ഓയിലുകളും പാചകവാതകവും അടക്കം ഹോർമുസ് കടലിടുക്കിലൂടെ തന്നെ എത്തിക്കാനാണ് രാജ്യത്തിന്റെ നീക്കം. ഗാർഹിക ആവശ്യത്തിനുള്ള LPGയിൽ നിലവിൽ യാതൊരു ക്ഷാമവുമില്ല. സാധാരണഗതിയിൽ 25,000 വരുന്ന ഗ്യാസ് ഏജൻസികൾ വഴി പ്രതിദിനം 50 ലക്ഷം സിലിണ്ടറുകൾ വരെ ബുക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ 76 ലക്ഷം പേരാണ് ഇന്നലെ മാത്രം സിലിണ്ടർ ബുക്ക് ചെയ്തത്. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും അനാവശ്യമായി ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്ത് സൂക്ഷിക്കരുതെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം രാജ്യത്തെ ജനങ്ങളോട് നിരന്തരം അഭ്യർത്ഥിക്കുകയാണ്. പൈപ്പ് ഗ്യാസ് സൗകര്യമുള്ള മേഖലയിൽ എല്ലാ വീടുകളിലും PNG കണക്ഷൻ എടുക്കണമെന്ന നിർദ്ദേശവും പെട്രോളിയം മന്ത്രാലയം മുന്നോട്ട് വെക്കുന്നു. പെട്രോളും ഡീസലും മണ്ണെണ്ണയും വിമാന ഇന്ധനമായ ATF അടക്കം ഇന്ധനങ്ങൾ മതിയായി രാജ്യം ശേഖരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ജനം, ഡൽഹി.